ഹലോ ഗൈസ്, ഇന്ന് ചെറുപയർ പായസം ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഒരു കപ്പ് ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു കുക്കറിലിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. അത് അവിടെ ഇരുന്ന് വേകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നന്നായിട്ട് ഞാൻ ഉരുക്കിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചീക്കിയൊക്കെ ഇട്ടുകൊണ്ട് പെട്ടെന്ന് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ പയർ നോക്കുമ്പോൾ നല്ലോണം വെന്ത് വെള്ളമൊക്കെ പറ്റി ഇരിപ്പുണ്ട് കേട്ടോ. ഇനി ഒരു തവി കൊണ്ട് ഇതൊന്ന് പതുക്കെ ഒന്ന് അടച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പാലൊഴിക്കുമ്പോഴത്തേക്കും പാലും പയറും ഒക്കെ വെവ്വേറെ കിടക്കും. അതുകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് ഈ പാനിയൊന്ന് അരിച്ചൊഴിക്കാം, അല്ലെങ്കിൽ കട്ടയൊക്കെ ഉണ്ടാവും. ആ പാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും ഏലക്കയും ജീരകവും കൂടെ ചതച്ചതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിലോട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. പാല് വേണ്ടാത്തവർക്ക് തേങ്ങാപ്പാലായാലും ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ചട്ടിയിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും കിസ്മസും കൂടി ഇട്ടിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് വേണ്ടവർക്ക് ഇടാം, അല്ലാത്തവർക്ക് ഇടണ്ട കേട്ടോ. ഇത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല രുചിയായിട്ടുള്ളൊരു പായസമാണ് കേട്ടോ, ചെറുപയർ പായസം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ബൈ.